എങ്ങനെയാണ് ഏതാണ്ട് മനസ്സിലേക്ക് വരുത്തേണ്ടത്? ഹൃദയത്തിലേക്കാണ് ഏതാണ്ട് വരുത്തണം. ഹൃദയത്തിലേക്ക് ഏതാണ്ട് വരുത്താമെന്ന് പറഞ്ഞാൽ ആ ഏതാണ്ട് എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് വരുത്തണം? അത് സലാത്തിലൂടെയാണ്. സലാത്ത് ചെല്ലണം. സലാത്തിലെല്ലാം ശബ്ദമില്ലല്ലോ. സലാത്ത് എപ്പോൾ എങ്ങനെയും എവിടെയും ചെല്ലിയാൽ സലാത്താകും. അതിന് പ്രതിഫലം കിട്ടും. അസുഖങ്ങളാണ് അമൃതത്തിലേക്ക് എത്തുകയും ചെയ്യും. സഹോദരന്മാരെ, അതുകൊണ്ട് നാം ജീവിക്കുന്ന കാലത്തോളം ഇസ്ലാമോട് അഭിമാനത്തോടെ ജീവിക്കണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സത്യനിഷ്ഠമായ ജീവിതം നടത്തണം. ആരോടും പറയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും ദ്വേഷമില്ലാതെ, ആരോടും വല്ലാത്തുള്ള പറയില്ലാതെ, ചൊല്ലില്ലാതെ നല്ല നിരക്ക് ജീവിതം നടത്തണം. പോലെ ജീവിതം നടത്തണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ അടുത്തുള്ള പ്രവർത്തനം ചെയ്യാൻ നമ്മുടെ ഹൃദയം സമ്മതിക്കുന്നത്. ഈ ഹൃദയം കറുത്ത ഹൃദയമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹൃദയം കറുത്തിട്ടുണ്ട്, കറുത്ത് പോയിട്ടുണ്ട്, ധാരാളം വെച്ചിട്ടുണ്ട് ഈ ഹൃദയത്തിൽ. പറഞ്ഞല്ലോ, ശരീരത്തിലെ മാംസകഷ്ണമുണ്ട്. ഈ മാംസകഷ്ണം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഈ മാംസകഷ്ണം ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി. പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ധാരാളം സലാം ചെല്ലുക, ധാരാളം ചിത്രങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സഹോദരന്മാരെ, ഞാൻ ഏകദേശം ഈ കരാജ് പള്ളി 2 വർഷമായി ജോലി ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. വല്ല പോരായ്മകളും തെറ്റുകളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷത്തിൽ അല്ലാഹു വിട്ടുമാറാകട്ടെ. ആമീൻ. ഈ 2 വർഷം ജോലി ചെയ്തു. വളരെ സൂക്ഷിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മമായ നിലക്കാണ് 2 വർഷം ജോലി ചെയ്തത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയുണ്ട്. ആ കോടതി അല്ലാഹു തആലയെ ചോദിച്ചു, നീ 2 വർഷം നീ മദീനയിലെ ജോലി മഹാനായ ബിലാൽ റളിയല്ലാഹു കഅബ ശരീഫിന്റെ മുകളിൽ പള്ളിയിൽ കഅബ ശരീഫ് നിർമ്മിച്ച ആദ്യം കഅബയുടെ പേര് വാങ്ങിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു ചരിത്രം നിർമ്മിച്ചു. അതുകൊണ്ട് നൂറ് ചരിത്രമാണ് ബിലാൽ റളിയല്ലാഹുവിന്റെ ചരിത്രം. അത് അതിനെക്കുറിച്ച് നടക്കുന്നില്ല. ആദ്യമായി കഅബയുടെ പേര് വാങ്ങിച്ച മഹാനായ ബിലാൽ റളിയല്ലാഹു. ഞാൻ എന്റെ വാക്കും പറയാൻ വേണ്ടി പറയുന്നതാണ്. ആരാണ് തെറ്റിദ്ധരിക്കുന്നത്? അപ്പം എന്നെ പറ്റി പറയുന്നത്, വാക്യന്മാരെ പറ്റി പറയുന്നത്. അള്ളാഹുവിന്റെ ഭവനമാകുന്ന ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന മന്ത്രികൾ ബാങ്ക് കൊടുക്കുന്ന അയാളെ പറ്റിയാണ്. മഹാനായ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ അക്ഷരം പൗരം എന്ന സഹായം പാവിലെ സ്വായം അപ്പോൾ അപ്പോൾ 2 വർഷമായി ജോലി. അപ്പോ ഞാൻ ഒരുപാട് പോകും പറയുന്നില്ല. ഞാൻ ഒരുപാടില്ല. എല്ലാവരും പോയി വാസനകളിൽ കാര്യം പറയുന്നില്ല. ആ വിമർശിക്കാന്മാരെ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അവർ തെറ്റിദ്ധാരണ അകറ്റാൻ വേണ്ടി ഏതാണ്ട് 2 ദിവസമല്ലേ അല്ലാഹു തആല എവിടെയാണ് വെള്ളം കണക്കാക്കിയത്? ചിലർക്ക് എടുത്താൽ വെള്ളം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പോകാൻ പറ്റില്ല. നീ അവിടെ തന്നെ നിൽക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലോ നിങ്ങളൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അള്ളാഹു തീരുമാനം തരാം. ഇന്ന് മഴ എടുക്കണം തീരുമാനം ഇപ്പോൾ വേണമെന്നില്ല. ഇപ്പൊ എല്ലാം അള്ളാഹു തീരുമാനമാണ്. അള്ളാഹു അതിലിയായ അള്ളാഹുമാണ്. ആ അതിലിയായ അള്ളാഹു അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടക്കുകയുള്ളൂ.
അപ്പോൾ സഹോദരന്മാരെ, അപ്പോൾ കണക്കി നിലവാരമെല്ലാം ഒരുപാട് ബുദ്ധിമുട്ട്. ഞാൻ കുറവില്ലാതെ വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ രണ്ടുപേരും നേരത്തെ പറഞ്ഞു ജോലി ചെയ്തു. ദൈവത്തെ കാര്യങ്ങൾ പറയണം. ഞാൻ എന്തുപോലെ ഇത് അറിയാം. അപ്പോ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പെരുന്നാളിന്റെ ദിവസം നമുക്ക് അറിയാം. പെരുന്നാളിന് ഞാൻ പോകുമ്പോൾ ആരെല്ലാം കാര്യത്തിന് കൃത്യമാണ് അവരുടെ ജീവിതമാണ് വാക്കുകൊടുക്കാൻ വേണ്ടി എനിക്ക് എന്ത് ജോലിയല്ല, എന്ത് ജോലി ഭാഗമാണ്. ആ ഭാഗ്യം വേണ്ടി കുട്ടികളെ പക്ഷേ ബാക്കി ഞാൻ വളരെ സൂക്ഷ്മമായി ഞാൻ അതുപോലെ പള്ളിയല്ലേ എന്ന് പറഞ്ഞു. പെരുന്നാളിന് ജോലിക്ക് പോകുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്, ഞാനല്ല. നിങ്ങളാണ് ആലോചിച്ചിട്ട് നിങ്ങൾ നാട്ടിൽ പോയി നിങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങളുടെ നിൽക്കുന്നതല്ല പറയാം. പെരുന്നാളിന് ഉപയോഗിച്ച് ഭാര്യ കുടുംബം വാക്കുകൾ എല്ലാവരും ഞങ്ങൾ കുടുംബത്തിലേക്ക് പോകണ്ടേ. അപ്പൊ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞേക്കാം. അപ്പോ ഞാൻ പെരുന്നാളിനോട് എല്ലാവരും ആലോചിച്ചു. പെരുന്നാളിന് ആളെ കിട്ടാൻ വളരെ പ്രയാസം. കാരണം മദ്യന്മാർ ജോലി കൂട്ടിക്കാൻ വളരെ പ്രയാസം. കാരണം ഇതാണ് പ്രശ്നം. ആഴ്ച വെക്കാനായിരുന്നു അയാൾ ആഴ്ച വെക്കാൻ ആയിരിക്കുമായിരുന്നു. ആഴ്ചകൾക്ക് പോകുമ്പോൾ അത് കുടുംബമില്ലായിരുന്നു, മാതാവില്ല, മക്കളില്ല, കാര്യങ്ങളൊന്നുമില്ല. ജീവിക്കാനാണ് നിശ്ചയിക്കുന്നത്. അപ്പോ ആഴ്ചകൾക്ക് പോകുമ്പോൾ ഞാൻ പ്രതീക്ഷയാണ്. അപ്പോ ഞാൻ ജന്മാന്തരം പോയി അങ്ങനെ ആരെങ്കിലും ഉദ്ദേശിച്ചപ്പോൾ സൂക്ഷ്മതയാണ്. ഞാൻ അങ്ങനെ ഞാൻ സൂക്ഷിച്ച് ബാക്കി ഒരാളെ ഞാൻ നാളെ ലോകത്ത് ഞാൻ നാളെ പോകാൻ എനിക്ക് കുടുംബത്തിലേക്ക് പോകാനില്ല, പടപ്പാലിലേക്ക് പോകാൻ ഇന്നത്തെ വർഷത്തിലായില്ല. അപ്പോ ഇന്ന ദിവസം പോകാൻ വേണ്ടി അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞു ഞാൻ ഇപ്പൊ പോകേ ബാക്കി ഒരേ പ്രാവശ്യം ഇല്ലാത്ത രോഗമല്ല സത്യാവസ്ഥയാണ്. അങ്ങനെയല്ല ഞാൻ സമ്മേളനത്തിന് പോകും, മീറ്റിങ്ങിന് പോകും, ക്ലാസ്സിന് പോകും. ഞാൻ സംഘടന ഞാൻ സംഘടന പ്രവർത്തനം ആ നിലയ്ക്ക് മീറ്റിങ്ങിന് പോകും, ക്ലാസ്സിന് പോകും. എങ്ങനെ പോകും? എല്ലാ ദിവസവും പോകണം. അതിനെ വഴിയില്ല. ആഴ്ചക്ക് പോകുന്ന ലീവുണ്ടാവില്ല. ആ ലീവിന് ഒപ്പിച്ച് ഞാൻ കാട്ടണം. സമയം മറ്റേ സമയമുണ്ടെങ്കിൽ ഇന്ന് നാട്ടിൽ പോകുന്ന ദിവസമാണെങ്കിൽ വേണ്ട മറ്റൊരു സമയത്ത് പോകണം. അങ്ങനെ പോകാം. അതിനനുസരിച്ച് ഞാൻ അങ്ങനെ ഒപ്പിച്ചിട്ട് ഇതുവരെ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ട് വന്നത്. ബാക്കി നാട്ടിലെ ജന്മ കഴിഞ്ഞും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ പോരാട്ടത്തിലുണ്ട്. അങ്ങനെ സൂക്ഷിച്ച് വളരെ ബാധ്യതമായ അങ്ങനെ വളരെ സൂക്ഷിച്ചുകൊണ്ട് എന്റെ കത്തുമാണ് അറിയാത്ത പ്രോബ്ലം അസുഖങ്ങളല്ല. അപ്പോ പ്രോബ്ലം അപ്പോ മറ്റൊരു വിഷയത്തിലാണ് വളരെ കുറവാണ്. ചെറിയ കുറവാണ്. എനിക്ക് 2 വർഷത്തേക്ക് വളരെ തകരാറാണ്. അങ്ങനെ തകരാറെങ്കിൽ പബ്ലിക് പരീക്ഷയിൽ പ്രശ്നപ്പെട്ടിട്ടുണ്ടായിരുന്നു.
എങ്ങനെയാണോ ചേർക്കാതെ വലുവായത് അവസരത്തെങ്കിൽ അയാൾ പഠിച്ച കുട്ടികൾ കേട്ടതില്ല അതാരാക്കി ഉത്സാഹം പ്രശ്നങ്ങൾ ഒരിക്കലും വരില്ല. അപ്പോൾ വളരെ സൂക്ഷിച്ചു പോകുന്ന വിഷയത്തിലും വളരെ സൂക്ഷിച്ചു പഠിച്ചിട്ട് പക്ഷെ ഞാൻ നാട്ടിൽ പോയി ജീവിതകാലം ഞാനാകുന്നു. കാരണം പബ്ലിക് ഒന്നാമതായിട്ട് ജീവിതകാലം ശരിയായി ഇത് സ്പെഷ്യൽ ക്ലാസ് അത് രണ്ടുമാണ്. രാവിലെ സുബി രാവിലെ വളരെ നിരക്ക് കൂടുതൽ പഠിക്കുന്ന വിഷയത്തിൽ വളരെ ക്ലിയറാണ് ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. ഇത്ര വർഷം പുതിയ വർഷമാണ് അത് പാസ്സായി നിൽക്കുന്നതിന് ഇക്കൊല്ലം വർഷം ഇത്തരം പോരായ്മകൾ ഉണ്ടാവും. മതത്തിന്റെ വിഷയത്തിൽ ഞാൻ 2000 വർഷങ്ങൾക്കും അയാൾ വളരെ നിരക്ക് നല്ല ക്ലിയറാണ് കുട്ടികൾ പഠിച്ച ശേഷം വളരെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. 7ാം ക്ലാസ് വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിജയം നിരക്കണം. അള്ളാഹു കുട്ടികൾ വിജയിക്കുമാറാകും. അപ്പൊ ഇതിനെല്ലാം വളരെ സൂക്ഷിച്ചുകൊണ്ട് വിഷയത്തിൽ ജീവന വിഷയത്തിൽ അവകാശം. കാരണം ഞാനിവിടെ പോയിട്ടില്ല ഇവിടെ സമയം അത്യാരാണ് ചോദിക്കാം. പുറമേക്ക് നാം ഏതെങ്കിലും സമയത്ത് ലീവിന്റെ ഒപ്പിച്ചിട്ടാണ്. പക്ഷെ എന്റെ ഉത്തരവാദിത്തത്തിൽ ഒരാളെ ഏൽപ്പിച്ചു പോകും. ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ഉത്തരവാദിത്തം എന്താണ് അത് ഒരാളെ ഏൽപ്പിച്ചു അതിവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം സൂക്ഷിച്ച് ഞാൻ വിഷയത്തിലും ഹിന്ദു വിഷയത്തിലും ഓരോ വിഷയത്തിലും ജോലി വിഷയത്തിലും എല്ലാത്തിലും ഒരാളും ചിന്തിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവരാണ്. പള്ളിയിൽ ജോലി ചെയ്ത 2 വർഷത്തിലും 6 വർഷത്തിലും ഇപ്പോൾ വർഷത്തിൽ വിളിക്കുന്നുണ്ട്. അത് വർഷം അപ്പോ 6 വർഷം ജോലി ചെയ്ത് അവർ പോയി അപ്പൊ ഞാൻ ജനങ്ങൾക്ക് ക്ലാസ് ഇതുവരെ ജോലി ചെയ്തു. എവിടെ ജനങ്ങൾ കാണും എന്നെ പ്രശംസിക്കണം. പോയി ചിന്തയും കൂടെ ഞാൻ പറയത്തില്ല. കാരണം അള്ളാഹുവിന്റെ ഗുരുത്വവും ആശയവും ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന ഇബാദത്താണ് ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറയുന്നത് പരലോകവും അള്ളാഹുവിന്റെ ആഗ്രഹത്തെയും അള്ളാഹുവിന്റെ ഗുരുത്വത്തെയും ആവശ്യിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഇഖ്ലാസ്. അള്ളാഹുവിന്റെ ഗുരുത്വം കിട്ടണം എന്നാണ് ചിന്തിച്ചു മാത്രമാണ് ജോലി ചെയ്യുന്നത്. ആളുകൾ കാണാൻ കഴിയുന്നവരുടെ ജോലി ചെയ്തിട്ടില്ല. എവിടെ ഞാൻ ജീവിതമായിരിക്കുന്ന 2 വർഷം ജീവിതമായിരിക്കുന്ന ജോലിയിൽ എന്തെങ്കിലും കുറവുകളും പോരായ്മകളും അനുഭവമെങ്കിൽ വിശ്വസിക്കുന്ന വിട്ടുകൊടുക്കുന്ന ജോലിക്കാരെങ്കിലും ഈ കൂട്ടത്തിൽ ധാരാളം അല്ലാത്ത